ലോകമെമ്പാടും ക്രൈസ്തവ വിരുദ്ധ പീഡനം വർദ്ധിച്ചു വരികയാണെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ ആസ്ഥാനമായ ഓപ്പൺ ഡോഴ്സിന്റെ പുതിയ റിപ്പോർട്ട്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ 4476ഓളം ക്രൈസ്തവരാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ 7000 ആക്രമണങ്ങളും ക്രൈസ്തവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾക്കും കടകൾക്കും നേരെ 28,000 ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട്. ഒരു വർഷത്തിനിടയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡനത്തിനും വിവേചനത്തിനും ഇരയായ ക്രൈസ്തവരുടെ എണ്ണം 365 ദശലക്ഷത്തിൽ നിന്ന് 380 ദശലക്ഷമായി ഉയർന്നു. ഇനി ആഗോളതലത്തിലെ കാര്യം പരിഗണിച്ചാൽ 7ൽ 1 ക്രൈസ്തവ വിശ്വാസി വിശ്വാസപരമായ വിവേചനത്തിനും പീഡനത്തിനും ഇരയാകുന്നുണ്ട് എന്ന് സംഘടന വെളിപ്പെടുത്തുന്നു. 1955 മുതൽ ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഇടപെടുന്ന ഇവാഞ്ചലിക്കൽ സംഘടനയാണ് ഓപ്പൺ ഡോഴ്സ്. ഓപ്പൺ ഡോഴ്സ് പുറത്തിറക്കിയ വാർഷിക വേൾഡ് വാച്ച് ലിസ്റ്റ് 2025 പ്രകാരം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഏറ്റവും പീഡനങ്ങൾ അരങ്ങേറുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇത്തവണയും 1ാം സ്ഥാനത്ത് കിം ജോങ് ഉന്നിന്റെ കീഴിലുള്ള ഉത്തര കൊറിയയാണ്. രാജ്യത്ത് നിർബന്ധിത ലേബർ ക്യാമ്പുകളിൽ 50,000 മുതൽ 70,000 വരെ ക്രിസ്ത്യാനികളെ പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2021 മുതൽ താലിബാൻ ഭരണത്തിന് കീഴിലായ അഫ്ഗാനിസ്ഥാൻ ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. അനേകം ക്രൈസ്തവർ രാജ്യത്ത് കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർ വിദേശത്തേക്ക് പലായനം ചെയ്തുവെന്നും ഓപ്പൺ ഡോഴ്സ് വെളിപ്പെടുത്തുന്നു. അഫ്ഗാനിസ്ഥാന് തൊട്ടു പിന്നാലെ ക്രൈസ്തവർക്ക് ഏറ്റവും അധികം പീഡനം നേരിടേണ്ടി വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യ.